മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നോട്ട് മേക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ മക്കൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, മിസ് എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു +1 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്ന കാര്യം കുറച്ചിങ്ങനെ അവരിതുവരെ ചെയ്തവർക്കൊരു ശീലം ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ നീറ്റിന് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാത്ത മക്കളായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻസ് അല്ലെങ്കിൽ നിങ്ങളെ നോട്ട് മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നോട്ട് എഴുതി ശീലമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചിലാണെങ്കിൽ, നമ്മളിപ്പോൾ പൃഥ്വി ബാച്ചിലായിക്കോട്ടെ, നമ്മുടെ വേദ ബാച്ചിലായിക്കോട്ടെ, നമ്മുടെ നീറ്റ് ബാച്ചുകളിലും നമ്മുടെ ഉയരിയ ബാച്ചുകളിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ +1 അഗ്നി ബാച്ചിലൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ്. ലൈവ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ എഴുതിയിട്ടുള്ള ആ നോട്ട് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങളൊരു നോട്ട് എഴുതി പഠിക്കുന്ന ഒരാളല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതണം എന്നില്ല. പക്ഷേ ഇപ്പം ഞാനൊരു നോട്ട് എഴുതി പഠിക്കുന്ന ഒരാളാണ്. അതായത് എനിക്ക് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നോട്ട് എഴുതിയാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അധികം ഡെക്കറേഷൻസ് ഒന്നുമില്ല, വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നോട്ട് മേക്കിംഗ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്താണോ ബോർഡിൽ എഴുതിയത് ആ സെയിം സാധനം അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് നമ്മുടെ നോട്ടിൽ എഴുതാറുണ്ട്. ആൻഡ് ചില ആൾക്കാർ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം സാധനം അതേപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, നോട്ടിലേക്ക് എഴുതാറുണ്ട്. അപ്പോൾ അതല്ല ആക്ച്വലി നോട്ട് എന്ന് പറയുന്നത്. നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ നോട്ടിലേക്ക് എഴുതേണ്ടത്. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം കാര്യം നോട്ട് എഴുതുന്നത് എന്തിനാണ്? ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ അത്. അല്ലെങ്കിൽ ടീച്ചർ ബോർഡിൽ എഴുതിയ ആ സെയിം സാധനം നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈം വേസ്റ്റ് ആണ്. രണ്ടാമത്തെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്ലാസ് മുഴുവൻ കണ്ടു കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 2 hours ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് നോട്ട് എഴുതും. അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ +1 +2 പഠിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ അത് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ലെക്ചർ നോട്ട് എഴുതാം. ഞാൻ എപ്പോഴും നമ്മുടെ ബാച്ചിൽ നമ്മുടെ കുട്ടികളോട് പറയുന്നതാണ്, ഇപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെങ്കിൽ, അപ്പം ഞാൻ പറയാണ് ടാക്സോണമി. അപ്പോൾ ഞാനിവിടെ ടാക്സോണമി എന്ന് ഹെഡിങ് എഴുതുന്നു. ഞാൻ അതിന് താഴെ എന്താണോ എനിക്ക് മനസ്സിലായത് ടാക്സോണമീനെ കുറിച്ച് അത് എഴുതുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ കുഴപ്പമില്ല, 2-3 ലൈൻസ് എത്രയാണോ വേണ്ടത് അത് വിട്ടതിന് ശേഷം നെക്സ്റ്റ് ടോപ്പിക്, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ആണ്, അങ്ങനെയാണെങ്കിൽ ക്ലാസിഫിക്കേഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോട്ട് എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ നോട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ആ ടോപ്പിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ടോപ്പിക്ക് മനസ്സിലാകാതെ നമുക്ക് ഒരു കാരണവശാലും നോട്ട് എഴുതാൻ പറ്റില്ല. ടോപ്പിക്ക് മനസ്സിലാവാത്ത ആൾക്കാരാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം സാധനം നോട്ടിൽ എഴുതുന്നത്, അല്ലെങ്കിൽ ടീച്ചർ ബോർഡിൽ എഴുതുന്ന സെയിം സാധനം ഇങ്ങനെ നമ്മൾ പറയില്ലേ പകർത്തി എഴുതാന്നൊക്കെ. അതല്ല ആക്ച്വലി നോട്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇനി നിങ്ങൾ +1 +2 വരുമ്പോൾ ഇതല്ല ചെയ്യേണ്ടത്. റെഡി? ഓക്കെ, അപ്പം നമ്മളുടെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കതിൽ എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അത് നിങ്ങൾ ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഏറ്റവും ഷോർട്ടായിട്ട് നോട്ടിലേക്ക് എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ നോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോട്ട് എഴുതുമ്പം നമ്മൾ ഇങ്ങനെ പാരഗ്രാഫ് കണക്കെ എഴുതുന്നവരുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പാരഗ്രാഫായിട്ട് എഴുതേണ്ട സാധനങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. പക്ഷെ അത് ഏറ്റവും സിമ്പിളായിട്ട്, അങ്ങനെ പാരഗ്രാഫ് പോലെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആൻഡ് ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ആൻഡ് അതിനേക്കാൾ ഏറ്റവും നല്ലത് എപ്പോഴും നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മളുടെ +1 സെക്കൻഡ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ RH വിട്ടേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടസ്റ്റ് എടുക്കാം. അപ്പോൾ പ്രൊട്ടസ്റ്റയുടെ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്, ഒരു പാരഗ്രാഫായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു പ്രൊട്ടസ്റ്റയുടെ കാര്യമാണ് എടുത്തത് അല്ല, അപ്പം ഞാനിവിടെ എഴുതുകയാണ് കിങ്ഡം പ്രൊട്ടസ്റ്റ്. ആ കിങ്ഡം പ്രൊട്ടസ്റ്റിന് എനിക്ക് എന്ത് ചെയ്യാം, അത് 4 ഡിവിഷൻസ് അല്ല 5 ഡിവിഷൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്, ക്രൈസോഫൈറ്റ്സ് ഉണ്ട്, ഡൈനോഫ്ലാജലേറ്റ്സ് ഉണ്ട്, യൂഗ്ലിനോയിഡ്സ് ഉണ്ട്, സ്ലൈം മോൾസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോസോവൻസ് ഉണ്ട്. ആ പ്രോട്ടോസോവൻസിനെ തന്നെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ അഗ്നി ക്ലാസ്സിലൊക്കെ മിസ് അങ്ങനെയാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്, നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്ക് അറിയുന്നുണ്ടാകും. അതായത്
എന്താണോ അവരുടെ മെയിൻ പോയിന്റ്സ്, ഇവരുടെ ഹാബിറ്റാറ്റ് എവിടെയാണ്, ഇവരുടെ മോഡ് ഓഫ് ലോക്കോമോഷൻ എങ്ങനെയാണ്, ഇവരുടെ സെൽ വാളിൻ്റെ പ്രത്യേകത എന്താണ്, ഇവർക്ക് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്ത ഫ്ലോ ചാർട്ട് പോലെ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ ഫോർമാറ്റിൽ എന്താണോ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ രീതിയിൽ നോട്ട് എഴുതാം. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്ത് പോകുന്ന ഒരു ശീലം നിങ്ങൾക്കുള്ളവരാണെങ്കിൽ നിങ്ങൾ വായിക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ ഹൈലൈറ്റർ ഇങ്ങനെ റൺ ചെയ്യാതെ പകരം എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയിട്ടുള്ള നോട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ദെൻ അടുത്തത് നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാക്കാൻ നിങ്ങൾ അങ്ങോട്ട് തുടങ്ങുക. അങ്ങനെ നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്, അതായത് കുറേ ഇങ്ങനത്തെ വീഡിയോസ്, കുറേ ഇങ്ങനത്തെ ടിപ്സ്, കുറേ ഇങ്ങനത്തെ ട്രിക്സ് ഒന്നും കണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. എന്ത് ചെയ്യുക, മേക്ക് യുവർ ഓൺ നോട്ട്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും നോട്ട്സ്. ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, ക്ലാസിഫൈ ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ ഫോർമാറ്റിൽ ഒരു ടേബിൾ, ഇപ്പോൾ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ആ ആർച്ച് ടേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഇനി ചില കാര്യങ്ങളൊക്കെ നമുക്ക് പാരഗ്രാഫായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അല്ലാത്തത് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ എഴുതുമ്പം ഏറ്റവും സിമ്പിൾ ആൻഡ് ഷോർട്ടാക്കുക. റെഡി? ദെൻ നമുക്ക് അടുത്ത ചെയ്യാനുള്ള നിങ്ങളുടെ നോട്ട്സ് നിങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ നീറ്റ് ബാച്ചിലൊക്കെയുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അഗ്നി ക്ലാസ്സുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ NCERT ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ഉയരിലുള്ള മക്കളല്ല, വേദ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ, +2 നീറ്റിലുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉയരിയ ക്ലാസ്സുകളാണ്. അതായത് നിങ്ങളുടെ NCERT ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നീറ്റിൻ്റെ ക്ലാസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആ ഒരു NCERT സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ട്സ് ചെയ്തിട്ടുണ്ടാകും. ആ എഴുതിയ നോട്ട്സിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഒന്നുകിൽ നീറ്റിൻ്റെ സെഷൻ, ഒന്നുകിൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു സെപ്പറേറ്റ് നോട്ട് നീറ്റിന് വേണ്ടിയിട്ട് വെക്കാം. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ എക്സ്ട്രാ കാര്യങ്ങൾ, ഓരോ ടോപ്പിക്കിലും വരുന്ന എക്സ്ട്രാ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇപ്പം നമ്മളുടെ അഗ്നി അല്ലെങ്കിൽ നമ്മുടെ ഉയരിയ ബാച്ചിൽ +1 ആണ് അഗ്നി ബാച്ച്, NCERT സിലബസ് കവർ ചെയ്യുന്നതാണ് അഗ്നി ബാച്ച്, ഉയരെ +2 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ NCERT കംപ്ലീറ്റ് കവർ ചെയ്ത് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നോട്ടാക്കി എഴുതി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വരുന്നത് എക്സ്ട്രാ കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യും അല്ലേ. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് കുറേ തവണ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മാർക്ക് ചെയ്യുക. ആ ചില ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻസ് അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നോട്ടിൽ ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് എഴുതുന്ന നോട്ട് അതേപോലെ കോപ്പി ചെയ്യല്ല വേണ്ടത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവണം. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി ആക്കി തരുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ നോട്ട്. പിന്നെ കഴിവതും നോട്ട് എഴുതുമ്പോൾ വൃത്തിയായിട്ട് എഴുതാൻ നോക്കുക. വൃത്തിയായിട്ടുള്ളൊരു കാര്യം നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കാൻ വേണ്ടി തോന്നും. അതാകെ വൃത്തികേടായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാൻ തന്നെ തോന്നില്ല. അപ്പോൾ അങ്ങനെ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യാം. ആൻഡ് ഈ ടിപ്സ് എൻ്റെ മക്കൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ അഗ്നി ഉയരെ ബാച്ചിലും നീറ്റ് ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.